ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക എല്ലാവരുടെയും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെയാണോന്നാണ് നിങ്ങൾ എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ അത് സന്തോഷമാണ്. സിനിമ ഞാൻ ചെയ്യും. അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം. പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിൻ്റെ നവനിർമ്മാണം, ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം, അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ ഓരോ കല്ലും എടുത്ത് വെച്ച് കല്ല് കൊത്തിയെടുത്ത് പഞ്ചമൂർത്തിയാർ അതും ചെയ്യണം. ഏതാണ്ട് 20-22 സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട്. ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 22 ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് എറിഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് പോരും. എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേര്, അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരവാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ വന്നേക്കാം. ഡൽഹിയിൽ ഷൂട്ടിംഗ് പോയി എനിക്കതിൻ്റെ ആവശ്യമില്ല. ഒരു സാറ്റലൈറ്റ് കണക്റ്റിവിറ്റി ആയിട്ട് 4-5 ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് രാത്രി കയറി കിടന്നുറങ്ങാൻ മുറി കൊടുക്കണം. ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന കൂട്ടത്തിൽ സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നില്ല. എനിക്കത് എന്തോ ഒരു ടാസ്കിങ് ആണല്ലേ, മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാം. GST ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട്. MP ആയി ഇരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. ഇതത് പറ്റുന്നില്ല. തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത്. ബാക്കി തമിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട്, ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട്, ത്രിപുരക്കാർക്ക് എന്നെ കിട്ടിയിട്ടുണ്ട്. 4 ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർക്കാർക്ക് 2 ദിവസത്തിൽ കൂടുതൽ എന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം. അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതൊരു കോസ് ഫോർ വറിയാണ്. ഞാനിതൊന്നും മോഹിച്ചതുമല്ല, ഞാനിതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി. കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്, രാഷ്ട്രീയ ചരിത്രമാണ്. നിങ്ങൾ എന്തിനു ജയിച്ചു വന്നു? നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ചയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ്. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, രാഷ്ട്രീയ ധാരണകളുണ്ട്. അതവർ ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനംമാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക്, കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട്, ഒരു സമ്മാനം കൊടുക്കാനുണ്ട്. അതാണ് നിങ്ങളുടെ കസേര, അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ്. ഞാൻ എപ്പോഴും അനുസരിക്കുന്നു, എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും. പക്ഷെ എൻ്റെ പാഷൻ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. നന്ദി, നമസ്കാരം. അങ്ങയുടെ നല്ല വാക്കുകൾക്ക് ഞങ്ങളുടെ സ്നേഹം പങ്കിടുന്നു. ഈ ചടങ്ങ് പൂർണ്ണമാകുന്നതിന് മുമ്പ് നന്ദി പ്രകാശനായി